അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഇച്ചൂസ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു കുട്ടി വ്ലോഗാണ് ഗൈസ്. നാട്ടിലെ നബിദിനത്തിൻ്റെ വിശേഷങ്ങളാണ്, എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. നബിദിനായിട്ട് രാവിലെ തന്നെ എന്ത് പണിയും കേട്ടെങ്കിൽ ഇതൊക്കെയാണ് ഗൈസ്. ഇതാ സമൂസ നമ്മൾ പൊരിച്ചെടുക്കുന്നതാണുള്ളത് ഓരോന്നായിട്ട്. അങ്ങനെ നമ്മൾ പൊരിച്ചെടുത്തിട്ടെല്ലാം ഉണ്ട്. പിന്നെയും ചെല്ലുന്നത് ഈ റെട്ട് പട്ടിയിലേക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ നല്ല പൊളിയാണ്ട് വെച്ച് കൊടുക്കണം. അങ്ങനെ നമ്മൾ ഓരോന്ന് എണ്ണീറ്റ് വെക്കുന്നുണ്ട്. പിന്നെ ചെല്ലുന്ന ഈ വെള്ളത്തിനൊന്ന് കാറിൻ്റെ ഡിക്കിയിലേക്ക് വെക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതും വെച്ച് ആ ഒരു ടൈമിൽ നമ്മൾ പാത്തൂശ് ഫുള്ള് പുതിയ പർദ്ദെല്ലാം ഇട്ടിട്ട് മദ്രസിലേക്ക് പോവാൻ ഒരുങ്ങി നിന്നിട്ടുണ്ട്. അങ്ങനെ വെള്ളമെല്ലാം നമ്മൾ കാറിൻ്റെ ഡിക്കിയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടൈമിൽ അനുവദിച്ചാൽ റെഡി ആവുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഓന് പോകുന്ന ടൈമിൽ ഞമ്മവും നേരെ പള്ളീനെ അങ്ങോട്ടെല്ലാം പോകാമെന്ന് വെച്ചാൽ എന്താ വെച്ചാൽ ജാഥ നോക്കാത്ത നബിദിനത്തിന് മെയിനായിട്ട് നമ്മൾ കാണുന്നത് ജാഥയും കാര്യങ്ങളും. എന്താ വെച്ചാൽ ദഫും പുള്ളമാർ പരിപാടിയെല്ലാം ജാഥ ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ അത് കാണാത്താണ് നമ്മൾ പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ചെല്ലാം കണ്ട് വീഡിയോ എടുക്കാനൊന്നും നേരെ കഴിഞ്ഞിട്ടുണ്ടായില്ല. നമ്മൾ പോകുന്ന ടൈമിൽ ഒരു ഫ്രണ്ടിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം നോക്കിയ പിന്നെ നമ്മൾ നേരെ നമ്മളെ സിസ്റ്ററിൻ്റെ അടുക്കാണ് പോകുന്നുള്ളത്. അടുത്ത് തന്നെ പള്ളീൻ്റെ അടുത്ത് തന്നെ ഉള്ളതുകൊണ്ട് ഓളടുക്കാൻ നമ്മൾ പോയിട്ടുണ്ടായിന്. അങ്ങനെ അവിടുന്ന് നല്ല സ്പെഷ്യൽ ജ്യൂസും കിട്ടി, അതും കുടിച്ചുകൊണ്ട് അടിയിരുന്ന് അങ്ങനെ ജാഥ വരുമ്പോൾ ഞാൻ ജസ്റ്റ് നോക്കിയെന്ന് വെച്ചാൽ അതെന്തോ ഒരു കാണാൻ എന്തോ ഒരു പാങ്ങനെ. അപ്പോൾ അതും നോക്കി പിന്നെ അങ്ങനെ ജാഥ കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ പുളറ പരിപാടിയെല്ലാം മദ്രസയിൽ തുടങ്ങിയെന്ന് വെച്ചാൽ ജാഥ കഴിഞ്ഞ പിന്നെ രാവിലെ തന്നെയാണ് പുളറ പരിപാടിയെല്ലാം ഉണ്ടായിരുന്നത്. അങ്ങനെ ഇത് എൻ്റെ പുതിയ കുപ്പായാണ് ഗൈസ് ഞാൻ നബിദിനത്തിനെടുത്ത്. അങ്ങനെ മിററിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസെല്ലാം എടുത്ത് പിന്നെ നമ്മൾ നേരെ പള്ളിയിലേക്കാണ് പോകുന്നത്, മദ്രസയിലേക്ക് പരിപാടി നോക്കാൻ. പിള്ളേരെല്ലാം സിസ്റ്ററിൻ്റെ മക്കളുടെ പരിപാടിയെല്ലാം ഉണ്ടായിന്. അങ്ങനെ നമ്മൾ പരിപാടിയെല്ലാം നോക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ ഈ പരിപാടികൾ കാണുമ്പോൾ നമുക്ക് പണ്ടത്തെ ഓർമ്മ വന്ന് ഗൈസ്. നമ്മളെല്ലാം പരിപാടിയും കാര്യങ്ങളും ജാഥയ്ക്ക് പോക്കും സമ്മാനം മിങ്ങക്കും അങ്ങനെ എന്തൊക്കെയോ. അങ്ങനെ അതെല്ലാം നോക്കിയിട്ട് ഫസ്റ്റും സെക്കൻഡിനെല്ലാം കൊടുക്കാനുള്ള ട്രോഫിയും കാര്യങ്ങളെല്ലാം ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത്ര സൂമായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല, എല്ലാവരും ഫേസ് കാണുന്നുണ്ടെന്നും. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഇങ്ങനെ വീഡിയോ ഇട്ടിട്ടുള്ളത് ഗൈസ്. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഈ ഒരു ബോക്സ് തന്നത്. ഈ ബോക്സിൻ്റെ ഉള്ളിൽ എന്തെന്ന് ചോദിച്ചെങ്കിൽ ഇതാ ഫ്രൂട്ടി, മുട്ടായി, ബിസ്ക്കറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം. അങ്ങനെ ലോറ് ബാങ്ക് കൊടുത്ത് പിന്നെ പരിപാടിയെല്ലാം നിർത്തി വെച്ചിട്ടുണ്ട്. അതിനെന്താ വെച്ചാൽ നിസ്കരിക്കാനും പിന്നെ ഫുഡ് കഴിക്കാനും എല്ലാവർക്കും ഒരുക്കും. പിന്നെ ഫുഡ് പിള്ളമാർക്കെല്ലാം മദ്രസയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഉസ്താമാരെല്ലാം ഇവിടെ വന്നിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം ടേബിളിലേക്ക് സെറ്റാക്കി കൊടുക്കുകയാണ് കഴിച്ചുള്ളത്. അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ എല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന നേരത്താണ് ഇതാ പള്ളിയിൽ നിന്ന് കിട്ടിയ ചീരണി കണ്ടത്. അങ്ങനെ നമ്മൾ എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് നമ്മളതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം മദ്രസയിൽ പരിപാടി തുടങ്ങി. അങ്ങനെ നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നുള്ളത്. അങ്ങനെ അമ്മ അങ്ങോട്ട് പോയിട്ടാകുമ്പോഴേക്ക് എല്ലാ മക്കളും ഉമ്മമാരും എല്ലാവരും വന്നിട്ട് ഇരുന്നിട്ടുണ്ടായിന് പരിപാടീൻ്റെ ആ ഒരു ടൈം ആകുമ്പം. അങ്ങനെ പരിപാടികളിൽ തുടങ്ങി പുള്ളമാരെ പാട്ടും കഥയും പ്രസംഗവും എന്തൊക്കെയോ ഉണ്ടായിന്. അങ്ങനെ ഓരോരോ പരിപാടി കഴിയുമെങ്കിൽ ഫസ്റ്റും സെക്കൻഡും എല്ലാത്തിൻ്റെയും റിസൾട്ടെല്ലാം അവർ പറയുന്നുണ്ടായിന് ജഡ്ജസ്. അങ്ങനെ പിന്നെ ഉള്ളത് ഇതാ ചെറിയ പുള്ളമാരെ ഇങ്ങനത്തെ മെയിൻ ഷോ ആണ്. അങ്ങനെ ആ ഷോവും പിന്നെ അതുപോലെ ദഫും വലിയ കുട്ടികളും ചെറിയ കുട്ടികളും ദഫും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാത്തിൻ്റെ വീഡിയോ ഞാനിത് കുറച്ചായിട്ട് ഇതിലിടുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് കാണാം. അങ്ങനെ ഒരു വക എല്ലാ പരിപാടിയും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോഴേക്ക് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ ഫസ്റ്റ് തന്നെ കൊടുക്കുന്നുള്ള ദഫ് കളിച്ച ആൾക്കുള്ള പരിപാടിൻ്റെ സമ്മാനമെല്ലാം കൊടുത്ത് പിന്നെ നമ്മളെ സിസ്റ്ററിൻ്റെ മക്കൾക്കെല്ലാം ഫസ്റ്റ് സെക്കൻഡെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓർക്കേണ്ട എല്ലാ സമ്മാനം ഇങ്ങനെ കിട്ടിക്കൊണ്ട് നമുക്ക് കൊണ്ട് തന്നുകൊണ്ടെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും ആ സമ്മാനം കൊടുക്കുന്ന ടൈമിലാണ് പിള്ളേർക്ക് നല്ല സന്തോഷമാകുന്നത്, ഇങ്ങനെ ഫസ്റ്റ് സെക്കൻഡെല്ലാം കിട്ടുമ്പോഴേക്ക്. അങ്ങനെ ഇതാ ഓരെല്ലാ സമ്മാനമാണ് ഗൈസ് ഇതെല്ലാം കാണുന്നുള്ളത്. അങ്ങനെ ഓരോന്ന് കൊണ്ടു തരുന്നുണ്ട്. ഇങ്ങനെ ട്രോഫി കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ പിള്ളേർക്കുള്ള സമ്മാനവും ട്രോഫി എല്ലാം കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ പൊരലോട്ടാണ് പോകുന്നുള്ളത്. അങ്ങനെ പിള്ളേർക്കെല്ലാം സന്തോഷം തന്നെ, കുറേ സമ്മാനമെല്ലാം കിട്ടിയിട്ട്. അങ്ങനെ പൊരക്കെത്തിയപ്പോൾ പിന്നെ നേരെ സമ്മാനമെല്ലാം പൊട്ടിച്ചിട്ട് നോക്കി. പിന്നെ നമ്മൾ നേരെ പോകുന്നുള്ളത് മാലിക് ദിനാർ അങ്ങോട്ടാണ്. നബിദിനത്തിൻ്റെ നൈറ്റ് പോകാൻ എന്തോ ഒരു പാങ്ങന്നെ അങ്ങോട്ടേക്ക്. നമ്മൾ കഴിഞ്ഞ വർഷവും പോയിട്ടുണ്ടായിന്. അങ്ങനെ നേരെ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നുള്ളത്. അങ്ങനെ നമ്മൾ മുമ്പുള്ള
അങ്കിളന്മാരും എല്ലാവരായിട്ട് ഫുള്ളായിട്ടാണ് ഗൈസ് പോകുന്നുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് പോകുന്ന ഇടയ്ക്ക് ഇതാ ഇങ്ങനത്തെ ഒരു ചോക്ലേറ്റ് കിട്ടി. ഇത് ഒരു പണ്ടത്തെ ഒരു ചോക്ലേറ്റാണ്, എന്തോ പേരുണ്ട്, എനിക്ക് മറന്നുപോയി. എന്താ വെച്ചാൽ നബിദിനത്തിന് അന്ന് പോകുമ്പോഴേക്ക് എല്ലായിടത്തും എന്തെല്ലോ കൊടുക്കുന്നുണ്ടാണ്, അതെല്ലാ സൈഡും ഉണ്ടാണ്. നമുക്ക് ഇത് തളങ്കരക്ക് പോകുന്ന ബൈക്കാണ് കിട്ടിയത്. ബനാന ഫ്രൈ അതുപോലെ ചായ ഇതൊക്കെ കിട്ടിയിട്ടുണ്ടായിന് നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോഴേക്ക്. അങ്ങനെ ആ ഒരു ടൈം ആടെ ഒരു കുതിര ഉണ്ടായിരുന്നു ഗൈസ്. മയക്ക് നല്ല ചണ്ടിയാണെന്നുണ്ടായിരുന്നു കുതിര. അത് കണ്ടിട്ട് ഞങ്ങൾക്ക് നല്ല ബേജാറായി ഗൈസ്. എന്തും ആക്കാനും കഴിയില്ല. അങ്ങനെ പിന്നെയും പോകുമ്പോൾ നമുക്കൊരു ഗ്ലാസ് ചായയും കിട്ടി. അത് കുടിച്ചുകൊണ്ട് പോവാണ് ഗൈസ് പള്ളീൻ്റെ ഉള്ളിലേക്ക്. ഇത് മൽക്കിദിനാറിൻ്റെ ഇപ്പോൾ എൻട്രി പുതിയത് നിർമ്മിച്ചതാണ്. അത് ഫുള്ള് എടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ട. അങ്ങനെ പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ പെണ്ണുങ്ങൾക്ക് വേറെ വഴി, ആണുങ്ങൾക്ക് വേറെ വഴി. അപ്പോൾ നമ്മൾ സിയാറത്ത് ചെയ്യാനാണ് പോകുന്നുള്ളത്. അങ്ങനെ ഒരു കാലത്ത് നമ്മൾ ഡെയിലി വരുന്നൊരു സ്ഥലമാണ് ഗൈസ് ഇത്. കാരണം എന്താ വെച്ചാൽ ഇത് എൻട്രൻസ് ചെയ്യുമ്പോൾ ഒരു സ്കൂള് കിട്ടുന്നത്. അവിടെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അല്ല ഉച്ച ടൈമിലാണെങ്കിലും ഫ്രീ ടൈമിലാണെങ്കിലും അല്ല ഇവിടെ വരുന്നുണ്ടായിരുന്നു. എന്ത് വിഷമമുണ്ടാണെങ്കിലും നമുക്കിവിടെ അത് ഇതുമായിരുന്നാലോ അല്ലെങ്കിൽ കുറച്ച് ടൈം ഇവിടെ നിന്നാലോ ഒരു സമാധാനമാണ് ഇവിടെ വന്നാൽ. ഞാൻ ഏറ്റവും അധികം പഠിച്ച് കഴിഞ്ഞ് പിന്നെ മിസ് ചെയ്തത് ഈ ഒരു സ്ഥലമാണ്. അങ്ങനെ ഇവിടെയെല്ലാം കാണുമ്പോൾ അതാണ് എനിക്ക് ഓർമ്മ വരുന്നുള്ളത്. അങ്ങനെ നമ്മൾ നേരെ സിയാറത്ത് ചെയ്യാൻ പള്ളീൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നുള്ളത്. അങ്ങനെ കുറേ ടൈം നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതുമായിരുന്നു. അങ്ങനെയെല്ലാം കഴിഞ്ഞ പിന്നെ നമ്മൾ നേരെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ടൈം ഓരോ വെയിറ്റ് ആക്കിയാണെന്ന് വന്നിട്ടുണ്ടായിട്ട് ഓരോ വന്ന പിന്നെ നമ്മൾ നേരെ പോവാണ്. ഇതാണ് ഞാൻ പഠിച്ച സ്കൂളും പറയുന്നത്. ഇരട്ടായതുകൊണ്ട് നേരെ കാണുന്നൊന്നുമില്ല. മൽക്കിദിനാറിൻ്റെ എൻട്രൻസിൽ തന്നെ കിട്ടുന്ന സ്കൂളാണ്. അങ്ങനെ നമ്മൾ നേരെ പോരൻ്റെ അങ്ങോട്ടേക്ക് തന്നെ പോവാണ് ഗൈസ്.